2021, 22, 23 വർഷങ്ങളിൽ ഫിസിക്സിൽ ആർക്കൊക്കെയാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്, ഏതൊക്കെ സബ്ജക്റ്റിലാണ് അവർക്ക് നൊബേൽ പ്രൈസ് കിട്ടിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് 2021 ഫിസിക്സിന് നൊബേൽ പ്രൈസ് ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. 3 പേർക്കാണ് കിട്ടിയത്. ജോർജിയോ പാരീസി, ഈ പറയുന്നതിൽ ചിലപ്പം പ്രൊനൗൺസിയേഷനിലൊക്കെ വ്യത്യാസം കാണും. അപ്പോൾ ജോർജിയോ പാരീസി അതാരാണ്? ഇറ്റലിക്കാരനാണ്. പിന്നെ ക്ലോസ് ഹാസൽമാൻ, അത് ജർമ്മനിയിലുള്ള ആളാണ്. പിന്നെ സ്യൂക്കുരോ മനാബെ, ഇങ്ങനെ 3 പേർക്കാണ് 2021 നൊബേൽ പ്രൈസ് ഫിസിക്സിന് കിട്ടിയത്. ആർക്കൊക്കെയാണ്? ജോർജിയോ പാരീസി ഇറ്റലിക്കാരൻ, ക്ലോസ് ഹാസൽമാൻ ജർമ്മനിയിലുള്ള ആൾ, സ്യൂക്കുരോ മനാബെ അത് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, ജപ്പാനിലുള്ള ആൾ. അപ്പോൾ ഇവർക്ക് ഏത് സബ്ജക്റ്റിനാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള സങ്കീർണ പ്രക്രിയകളെ മനസ്സിലാക്കാനും പ്രവചനം നടത്തുവാനും നൂതന മാർഗങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ കാലാവസ്ഥാ പ്രവചനം സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾക്കാണ് ഈ 3 പേർക്ക് എന്ത് കിട്ടിയത്? നൊബേൽ പ്രൈസ് 2021 ലഭിച്ചത്. ജോർജിയോ പാരീസി ഇറ്റലി, ക്ലോസ് ഹാസൽമാൻ ജർമ്മനി, സ്യൂക്കുരോ മനാബെ ജപ്പാൻ, സ്യൂക്കുരോ SYUKURO സ്യൂക്കുരോ മനാബെ ജപ്പാൻ. ഇനി ഇതിനൊരു കോഡുണ്ട്, വേണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. പാരീസിലെ മസിൽമാന് ഫിസിക്കലി സുഖക്കുറവാ. പാരീസിലെ എന്നുള്ളതിന് പാരീസി ഒന്നാമത്തെ ആൾ. പിന്നെ മസിൽമാനിൽ നിന്ന് ഹെസൽമാൻ. ഫിസിക്കലി, അപ്പോൾ ഫിസിക്സിൽ കിട്ടിയ അവാർഡ്. പിന്നെ സുഖക്കുറവ എന്നുള്ളത് സ്യൂക്കുരോ. അപ്പോൾ ഇങ്ങനെ ഈ കോഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ ഇവിടെ ഇവരുടെ രാജ്യം എന്ന് പറയുന്നത് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ എന്ന് പറയുന്നത് നമ്മുടെ ലോകമഹായുദ്ധത്തിൽ അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്ന 3 രാജ്യങ്ങളാണ് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വെച്ചിരുന്ന ഇറ്റലി, ജർമ്മനി, ജപ്പാൻ അത് നമുക്ക് കിട്ടും. അടുത്തത് 2022 ഫിസിക്സിൽ ആർക്കൊക്കെയാണ് നൊബേൽ പ്രൈസ് കിട്ടിയതെന്ന് നോക്കാം. ഒന്നാമത്തത് അലൈൻ ആസ്പെക്ട്സ് അതാരാണ്? അത് അലൻ ആസ്പെക്ട്സ് ഫ്രാൻസിലെ ആളാണ്. പിന്നെ ജോൺ എഫ് ക്ലോസർ, അദ്ദേഹം USA. പിന്നെ ആൻഡൺ സെയ്ലിംഗർ ഓസ്ട്രിയ. ഈ 3 പേർക്കാണ് 2022 ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയത്. ആർക്കൊക്കെയാണ്? അലൈൻ ആസ്പെക്ട്സ്, ജോൺ എഫ് ക്ലോസർ, ആൻഡൺ സെയ്ലിംഗർ. അലൈൻ ആസ്പെക്ട്സ് ഫ്രാൻസിലെ ആളും, ജോൺ എഫ് ക്ലോസർ USA അമേരിക്കയിലുള്ള ആളും, ആൻഡൺ സെയ്ലിംഗർ ഓസ്ട്രിയയിലുള്ള ആളുമാണ്. ഇനി ഇവരുടെ സബ്ജക്റ്റ്, ഇവർക്ക് എന്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചതെന്ന് ചോദിച്ചാൽ ക്വാണ്ടം മെക്കാനിക്സിലെ നിർണായക സംഭാവനകൾക്കാണ്. എന്താണ്? ക്വാണ്ടം മെക്കാനിക്സിലെ നിർണായക സംഭാവനകൾക്കാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ഉണ്ട്, ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് പ്രതിഭാസത്തെക്കുറിച്ച് നൽകിയ വിവരങ്ങളാണ് ഇവരെ പുരസ്കാരത്തിന് അർഹരാക്കിയത്. അപ്പം ക്വാണ്ടം മെക്കാനിക്സിലെ സംഭാവനകൾക്കും ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റിൽ അവർ നൽകിയ സംഭാവനകൾക്കുമാണ് അവർക്ക് പുരസ്കാരം നൽകിയത്. ഇനി ഈ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് എന്നതെന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ വിശേഷിപ്പിച്ചത് പ്രേതപ്രഭാവം എന്നാണ്. അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രേതപ്രഭാവം എന്ന് വിശേഷിപ്പിച്ചത് ഈ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് എന്ന ആ ഒരു പ്രക്രിയയാണ്. ഓക്കെ, അപ്പോൾ 2022 ഫിസിക്സിൽ നൊബേൽ ലഭിച്ചത് അലൻ ആസ്പെക്ട്സ്, ജോൺ എഫ് ക്ലോസർ, ആൻഡൺ സെയ്ലിംഗർ. അലൻ ആസ്പെക്ട്സ് ഫ്രാൻസ്, അത് ആ പേരിൽ തന്നെ അലൻ ആസ്പെക്ട്സ്, അപ്പോൾ ഫ്രാൻസ്. പിന്നെ ജോൺ എഫ് ക്ലോസർ USA അമേരിക്ക. പിന്നെ ആൻഡൺ സെയ്ലിംഗർ ഓസ്ട്രിയ. ഓക്കെ, പിന്നെ അവരുടെ ആ സബ്ജക്റ്റ് എന്താണ്? ക്വാണ്ടം മെക്കാനിക്സ്. പിന്നെ എന്താണ്? ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് എന്ന് പറയുന്നത് പ്രേതപ്രഭാവം എന്ന് ആര് വിശേഷിപ്പിച്ചു? നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇനി നമുക്ക് 2023 നൊബേൽ പ്രൈസ് ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയത് പിയറി അഗോസ്റ്റിനി, അത് അമേരിക്കക്കാരനാണ്, USA ആണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. പിന്നെ ഫെറാൻസ് ക്രൗസ് ജർമ്മനിക്കാരനാണ്, ജർമ്മനി. പിന്നെ ആനി എൽ ഹുലിയർ സ്വീഡൻ. ഈ ആനി എൽ ഹുലിയർ വനിതയാണ്. ഫിസിക്സിൽ നൊബേൽ പ്രൈസ് കിട്ടിയ 5ാമത്തെ വനിത ആണ് ആനി എൽ ഹുലിയർ. അപ്പോൾ ആർക്കൊക്കെയാണ്? പിയറി അഗോസ്റ്റിനി, ഫെറാൻസ് ക്രൗസ്, ആനി എൽ ഹുലിയർ. പിയറി അഗോസ്റ്റിനി അമേരിക്ക,
ഫെറാൻസ് ക്രൗസ് ജർമ്മനി, ആനിയൽ ഹൊലിയർ സ്വീഡൻ. അപ്പോൾ 5ാമത്തെ വനിത. ഓക്കെ, ഇനി അവർക്ക് ഏത് പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് പഠനങ്ങൾക്കാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനങ്ങൾക്കായി പ്രകാശത്തിൻ്റെ അറ്റോസെക്കൻസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്ക്, അതായത് പ്രകാശത്തിൻ്റെ അറ്റോസെക്കൻസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് ഈ 3 പേർക്കും 2023 നൊബേൽ പ്രൈസ് ഫിസിക്സിൽ ലഭിച്ചത്. അപ്പോൾ ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനങ്ങൾക്കായി പ്രകാശത്തിൻ്റെ അറ്റോസെക്കൻസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്ക്, പ്രകാശത്തിൻ്റെ അറ്റോസെക്കൻസ്, ഇവിടെ ഈ അറ്റോസെക്കൻസ് എന്ന വാക്കിനാണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കാനുള്ളത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രകാശത്തിൻ്റെ അറ്റോസെക്കൻസ് സൃഷ്ടിക്കുന്ന പരീക്ഷണങ്ങൾക്കാണ് നൊബേൽ പ്രൈസ് 2023 ആർക്കൊക്കെ കിട്ടിയത്? പിയറി അഗോസ്റ്റിനി, ഫെറാൻസ് ക്രൗസ് ജർമ്മനി, പിയറി അഗോസ്റ്റിനി അമേരിക്ക അല്ലെങ്കിൽ USA, പിന്നെ ആനിയൽ ഹുലിയർ സ്വീഡൻ. അപ്പോൾ ആനിയൽ ഹുലിയർ ഇവരിൽ ഒരു വിമനാണ്, അതായത് 2023 നൊബേൽ പ്രൈസ് ഫിസിക്സിൽ ലഭിച്ച വിമൻ ഏതെന്ന് ചോദിച്ചാൽ ആനിയൽ ഹുലിയർ. അവർ 5ാമത്തെ വനിതയാണ്, ഈ ഒരു പുരസ്കാരം ലഭിച്ച 5ാമത്തെ വനിതയാണ് ആനിയൽ ഹുലിയർ. അവരുടെ നാട് ഏതാണ്? സ്വീഡൻ. ഇനി അറ്റോസെക്കൻഡ് എന്ന് പറഞ്ഞാൽ, ഒരു അറ്റോസെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻18 സെക്കൻഡാണ്. അതായത് വളരെ ചെറിയൊരു ടൈമാണ് എന്ന് പറയുന്നത് അറ്റോസെക്കൻഡ് എന്ന് പറയുന്നത്. 10⁻⁻18 സെക്കൻഡാണ് ഒരു അറ്റോസെക്കൻഡ് എന്ന് പറയുന്നത്. ഈ ആറ്റങ്ങളിലും തന്മാത്രകളിലും ഇലക്ട്രോണിക് പ്രോസസ്സൊക്കെ സംഭവിക്കുന്നത് അറ്റോസെക്കൻഡ് എന്ന ടൈം സ്കെയിലിലാണ്. ഇലക്ട്രോണിക് പ്രോസസ്സ് എവിടെയൊക്കെ ആറ്റങ്ങളിലും തന്മാത്രകളിലും ഒക്കെ സംഭവിക്കുന്നത് ഈ എന്തിലാണ്? അറ്റോസെക്കൻഡ് എന്ന് പറയുന്ന ടൈം സ്കെയിലിലാണ്. അപ്പോൾ ഈ നമുക്ക് തത്സമയം ഇലക്ട്രോണിക് ചലനങ്ങളൊക്കെ ചിത്രീകരിക്കുവാൻ ഈ അറ്റോസെക്കൻഡ് പൾസുകൾക്ക് കഴിയും.